ആലപ്പുഴ മണ്ഡലത്തിലെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ മറികടക്കാൻ മുതിർന്ന നേതാവ് കെ.സി. ജോസഫിനെ രംഗത്തിറക്കി. കഴിഞ്ഞ ദിവസം കെ.സി. ജോസഫ് ആലപ്പുഴ DCC ഓഫീസിലെത്തി. ഉമ്മൻചാണ്ടി വിഭാഗത്തിൽപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കളെയും കെ.സി. വേണുഗോപാൽ പൂർണ്ണമായും തഴഞ്ഞു എന്നാണ് ഇവരുടെ പരാതി. എ ഗ്രൂപ്പിൻ്റെ ശക്തി കേന്ദ്രമായ കായംകുളത്ത് പ്രശ്നം ഇനിയും പരിഹരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കായംകുളം മണ്ഡലത്തിൽ കെ.സി. വേണുഗോപാൽ ഇനിയും റോഡ് ഷോ നടത്തിയിട്ടുമില്ല. ഇപ്പോൾ ഷാജഹാൻ ചേരുന്നു ആലപ്പുഴയിൽ നിന്ന്. ഷാജഹാൻ, നേരത്തെ തന്നെ ഷാജഹാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു, വലിയ പ്രശ്നങ്ങൾ കെ.സി. അവിടെ സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷം രൂപപ്പെടുന്നു. ആദ്യം ഹരിപ്പാട് വെച്ച് കെ.സി. വേണുഗോപാലിൻ്റെ റോഡ് ഷോ തന്നെ നിർത്തിപ്പോകേണ്ടുന്ന ഒരു സാഹചര്യം ആളില്ലാത്ത കാരണം അതിനുശേഷം പിന്നീട് മണ്ഡലം ബൂത്ത് പ്രസിഡന്റുമാരെ എല്ലാം മാറ്റി കെ.സി. വേണുഗോപാലിന് വേണ്ടപ്പെട്ടവരെ നിയമിച്ചു. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ തുടരുന്ന ഒരു സാഹചര്യത്തിലാണോ ഇപ്പോൾ കെ.സി. ജോസഫിനെ കൊണ്ടുവന്നിരിക്കുന്നത്? അത് മാത്രവുമല്ല, രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും അടുത്ത അനുയായിയാണ് അവിടുത്തെ DCC പ്രസിഡന്റായിട്ടുള്ള ബാബു പ്രസാദ്. പ്രശ്നങ്ങൾ തുടരുന്നു എന്നല്ലേ ഇതെല്ലാം വ്യക്തമാക്കുന്നത്? തീർച്ചയായിട്ടും ഷമ്മി സൂചിപ്പിച്ച പോലെ തന്നെ DCC പ്രസിഡന്റിൻ്റെ കൈകളിൽ ഇത് ഒതുങ്ങുന്നില്ല എന്ന് വന്നതോടെയാണ് ഇപ്പോൾ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ആലപ്പുഴയിൽ നടന്നു വരുന്നത്. നമുക്കറിയാം, DCC ഓഫീസിൽ DCC പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ പോലും, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നടന്ന ചർച്ചയിൽ പോലും കയ്യേറ്റമുണ്ടായി. കെ.സി. വേണുഗോപാലിൻ്റെ വിഭാഗത്തിൽപ്പെട്ട മാരാരിക്കുളം മണ്ഡലത്തിലെ 2 ബ്ലോക്ക് മെമ്പർമാരടക്കം DCC മെമ്പർമാരടക്കമുള്ളവർ അവിടെ നിന്ന് ഓടിപ്പോകുന്നൊരു സാഹചര്യമുണ്ടായി. ഇത്തരം പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കാനായിട്ട് കെ.സി. വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥിയായതിനു ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടും പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരമാകുന്നില്ല. എ ഗ്രൂപ്പുകാരാണ്, എയും ഐയുമാണ് പ്രധാനമായിട്ടും ആലപ്പുഴ മണ്ഡലത്തിലുള്ളത്. നമുക്കറിയാം, പ്രമുഖ നേതാക്കൾ, ഗ്രൂപ്പ് നേതാക്കളായിട്ടുള്ള AK ആൻ്റണി, വയലാർ രവി, കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല അടക്കമുള്ള പ്രമുഖ നേതാക്കളുടെ ജില്ലയാണ് ആലപ്പുഴ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ അത്യാവശ്യം ഓരോ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്. എ ഗ്രൂപ്പാണേലും ഐ ഗ്രൂപ്പാണേലും അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. എ ഗ്രൂപ്പിൻ്റെ ശക്തി കേന്ദ്രമാണ് കായംകുളം. ഈ പ്രദേശത്ത് ഇനിയും കെ.സി. വേണുഗോപാലിന് റോഡ് ഷോ പോലും നടത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഹരിപ്പാട് മുതുകുളത്തെത്തിയപ്പോൾ റോഡ് ഷോ നിർത്തി. കാര്യം, കായംകുളം മണ്ഡലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് സ്വീകരണത്തിന് പകരം മറ്റ് തരത്തിലുള്ള എതിരഭിപ്രായങ്ങളും തർക്കങ്ങളും പ്രതിഷേധങ്ങളുമൊക്കെ ഉയരാൻ സാധ്യതയുണ്ട് എന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം അതന്ന് നിർത്തിപ്പോയത്. അതിനുശേഷം കായംകുളത്ത് നടന്ന മണ്ഡലം കൺവെൻഷനിൽ മാത്രമാണ് കെ.സി. വേണുഗോപാൽ പങ്കെടുത്തത്. ആ മണ്ഡലം കൺവെൻഷനിൽ അദ്ദേഹം പ്രത്യേകമായിട്ട് പ്രവർത്തകരോട് പറയുന്നത് നമുക്ക് കേൾക്കാം. പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ നിങ്ങൾ സജ്ജരാകൂ. ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാകും, വിഭാഗീയ പ്രശ്നങ്ങളുണ്ടാകും, അതൊക്കെ മാറ്റിവെക്കണമെന്ന് കെ.സി. വേണുഗോപാൽ തന്നെ നേരിട്ട് പ്രവർത്തകരോട് പറഞ്ഞിരുന്നു. പക്ഷേ എന്നിട്ടും പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ കഴിയാതെ വന്നതോടെയാണ് ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായിട്ടുള്ള കെ.സി. ജോസഫിനെ തന്നെ രംഗത്തിറക്കി എ വിഭാഗത്തിനെ രമ്യതയിലാക്കാൻ വേണ്ടി കെ.സി. വേണുഗോപാൽ ഒരു ശ്രമം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. AICCയുടെ നിർദ്ദേശപ്രകാരം എന്ന രീതിയിലാണ് കെ.സി. ജോസഫ് കഴിഞ്ഞ ദിവസം ആലപ്പുഴയെത്തി. അദ്ദേഹം വന്ന് കോർ കമ്മിറ്റി യോഗം കൂടി പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് പരിശോധിച്ചു. അതിന് പരിഹാരം കാണുന്നതിനുള്ള ശ്രമം നടത്തിയെങ്കിലും എ വിഭാഗം ഇപ്പോഴും രമ്യതയിലേക്ക് വന്നിട്ടില്ല. അവർക്ക് പല ബൂത്ത് മണ്ഡലം പ്രസിഡന്റുമാർക്കും പണം നൽകിക്കൊണ്ട് പ്രശ്നം പരിഹാരത്തിന് ഒരു ശ്രമം നടത്തിയെങ്കിലും അതൊന്നും തന്നെ ഫലവത്തായിട്ടില്ല. മാത്രമല്ല, ഐ ഗ്രൂപ്പുകാരും രമേശ് ചെന്നിത്തല വിഭാഗത്തിനും ശക്തമായ എതിർപ്പുണ്ട്. പ്രധാനമായിട്ടും ഇതിനൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് കെ.സി. വേണുഗോപാൽ ആലപ്പുഴയിൽ എത്തിയതിന് ശേഷം തൻ്റെ ഇഷ്ടക്കാരെ മാത്രം വെച്ചുകൊണ്ടുള്ള കമ്മിറ്റികൾ രൂപീകരിച്ചത് തന്നെയാണ്. മറ്റുള്ളവരെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഈ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണവും. ഷമി, നന്ദി ഷാജഹാൻ, വിവരങ്ങൾ പങ്കുവച്ചതിന്.